ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് ഇത് അറിഞ്ഞ് ചെയ്യട്ടെ, ഇപ്പോൾ അങ്ങനെയാണോ ലീഗ് മനസ്സിൽ വിചാരിക്കുന്നത്? തർക്കത്തിന് ഞങ്ങളില്ല, പക്ഷെ കോൺഗ്രസ് ഇത് അറിഞ്ഞു ചെയ്യട്ടെ, ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം, അത് കോൺഗ്രസ് അറിഞ്ഞ് ചെയ്യണം, അങ്ങനെ ലീഗ് ആഗ്രഹിക്കുന്നു. അത് ആ ഒരു മര്യാദയാണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ UDFനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ എല്ലാ ഘടകകക്ഷികളും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെയുള്ള എല്ലാ ഘടകകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കുക. ആ തീരുമാനമെടുക്കുമ്പോൾ മൊത്തത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും പൊതു അഭിപ്രായം എന്താണോ അതിനോടൊപ്പം ലീഗ് നിൽക്കും. ജനറൽ സാഹിബ് യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ യോഗ്യനാണ് എന്നതല്ലാതെ മറ്റൊരു മറുപടിയില്ല. യോഗ്യനാകലും അത് ആവശ്യപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് പന്ത് കോൺഗ്രസിന്റെ കോർട്ടിലാണെന്നാണോ ലീഗ് പറയാതെ? കോൺഗ്രസ് ഒറ്റയ്ക്കല്ലല്ലോ ഈ തീരുമാനം എടുക്കുക, ചർച്ച ചെയ്തിട്ടേ തീരുമാനം എടുക്കൂ. കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയും, മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം പറയും, കേരള കോൺഗ്രസും RSPയും CMPയും ഒക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയും. എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് ഒരു തീരുമാനത്തിലെത്തും. അത്രയും സീനിയർ ആയിട്ടുള്ള, ഇത്രയും പ്രവർത്തന പരിചയമുള്ള PK കുഞ്ഞാലിക്കുട്ടി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിനേക്കാളും വളരെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാവുക. അത് ലീഗിന് കുഴപ്പമില്ല എന്നാണോ? അല്ലെങ്കിൽ ലീഗ് അത് അംഗീകരിക്കും, പ്രത്യേകിച്ച് ഒരു തർക്കമോ ആവശ്യമോ ഉന്നയിക്കാതെ എന്നാണോ? അല്ല, അതൊക്കെ അതാത് സമയത്തല്ലേ നമ്മൾ ചർച്ച ചെയ്യുക. നമ്മൾ ആര് മുഖ്യമന്ത്രിയാവുമെന്നൊക്കെ ഇപ്പോൾ കണക്കൂട്ടാൻ പറ്റും. കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കും, അതിനനുസരിച്ചുള്ള ചർച്ചകൾ നടക്കും. അപ്പോൾ ലീഗിന് പറയാനുള്ളത് ലീഗ് പറയും. അതെന്ത് പറയണം, എങ്ങനെ പറയണമെന്നൊക്കെ സംസാരങ്ങൾ നടക്കുമ്പോഴേ തീരുമാനിക്കാൻ പറ്റൂ.